കോട്ടയം മെഡിക്കൽ കോളേജിലെ പഴയ കെട്ടിടം തകർന്നു വീണു. സ്വന്തം മകൾക്ക് കൂട്ടിരിപ്പുകാരിയായി വന്ന ബിന്ദു എന്ന അമ്മ തകർന്നു വീണ കെട്ടിടാവശിഷ്ടങ്ങളിൽ കുടുങ്ങി മരണത്തിനിരയായി. ഈ സംഭവം കഴിഞ്ഞുടനെ തന്നെ വാർത്തകൾ പരന്നു. ബഹുമാന്യായ ആരോഗ്യമന്ത്രി പ്രസ്താവിച്ചു ആർക്കും ഒരു പ്രശ്നവുമില്ല എന്നുള്ളത്. അതിൻ്റെ ഫലമായി ഈ കെട്ടിടാവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിന് 2 മണിക്കൂർ താമസമുണ്ടായി. അതാണ് മരണത്തിലേക്ക് അവരെ നയിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഈ കെട്ടിടം വളരെ പഴയതാണ്, ഏത് നിമിഷവും തകർന്നു വീഴത്തക്ക നിലയിലുമായിരുന്നു. എന്നിട്ടും അതിന് വേണ്ടത്ര പുതുക്കിപ്പണികൾ നടത്താനോ ബലപ്പെടുത്താനോ ആരുടെയും ഭാഗത്തുനിന്നൊരു പ്രവൃത്തിയും ഉണ്ടായില്ല. ഇതിൻ്റെ ഉത്തരവാദികളായിട്ടുള്ള മെഡിക്കൽ കോളേജിൻ്റെ പ്രിൻസിപ്പൽ, ബന്ധപ്പെട്ട എഞ്ചിനീയേഴ്സ്, അതേപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ വളരെ കുറ്റകരവും ആയിട്ടുള്ള ഉദാസീനത കൊണ്ട് സംഭവിച്ചിട്ടുള്ള ഒന്നാണിത്. ദിസ് ആർ പ്യുവർലി എ നെഗ്ലിജന്റ് ആക്ട് വാസ് ദ റീസൺ ഫോർ ദ ഡെത്ത് ഓഫ് ബിന്ദു. ഇത് BNS ഭാരതീയ ന്യായ സംഹിത 106 വകുപ്പ് പ്രകാരം ഉള്ള കുറ്റമാണ്. ഈ വകുപ്പനുസരിച്ചുള്ള കുറ്റം ചെയ്ത സാധാരണക്കാരെ 5 വർഷം വരെ തടവിനും, സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നാണ് ഈ വീഴ്ച ഉണ്ടായതെങ്കിൽ 7 വർഷം വരെ തടവിനും ശിക്ഷിക്കത്തക്ക വകുപ്പാണ്. അപ്പോൾ ഇവിടെ സർക്കാരിൻ്റെയോ പോലീസിൻ്റെയോ ഭാഗത്തുനിന്ന് യാതൊരു ഉദാസീനതയും ഉണ്ടാകാൻ പാടില്ല. അടിയന്തരമായി കേസെടുക്കണം, നടപടി ശക്തമായി മുന്നോട്ട് പോവുകയും വേണം. നമുക്കറിയാം, കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള സർക്കാർ ആശുപത്രികളും അതേപോലെ ഉള്ള സ്ഥാപനങ്ങളുമൊക്കെ എപ്പോഴും പൊളിഞ്ഞു വീഴത്തക്ക ഒരു സ്ഥിതിയാണ്. കാരണം ഇതിനെക്കുറിച്ച് ആരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതൊരു പാഠമായി എടുത്തുകൊണ്ട് സർക്കാർ കർശനമായ നടപടികളുമായിട്ട് മുന്നോട്ട് പോകണം. പിന്നെ ബിന്ദുവിൻ്റെ കുടുംബത്തിന് നൽകപ്പെടുന്ന ധനസഹായം അത് സർക്കാരിൻ്റെ ഖജനാവിൽ നിന്നല്ല എടുക്കേണ്ടത്, മറിച്ച് ഇതിന് ബന്ധപ്പെട്ട ആരുടെയൊക്കെ ഉദാസീനത കൊണ്ടാണോ കുഴപ്പം കൊണ്ടാണോ ഈ ദാരുണ സംഭവം ഉണ്ടായത് അവരുടെ ശമ്പളത്തിൽ നിന്നും ഒക്കെ വേണം റിക്കവറി നടത്തേണ്ടത്. ഒരുപക്ഷെ അടിയന്തരമായി സർക്കാർ കൊടുത്താലും ഇവരിൽ നിന്നെല്ലാം ഇത് റിക്കവറി നടത്തണം. അങ്ങനെ മാതൃകാപരമായി ശിക്ഷ ഇവർക്ക് നൽകുന്ന ഒരു സ്ഥിതിവിശേഷം വന്നില്ല എങ്കിൽ ഈ തരത്തിലുള്ള ദാരുണ സംഭവങ്ങൾ ഇനിയും നമ്മുടെ രാജ്യത്ത് ആവർത്തിക്കും.